ക്രിസ്തുവിൽ പ്രിയരെ, വചനയാത്രയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 40 മുതൽ 52 വരെയുള്ള യേശുവിനെക്കുറിച്ചുള്ള ഭിന്നാഭിപ്രായങ്ങളാണ്. ഈ തപസ്സുകാലത്ത് യേശുവിനെക്കുറിച്ചുള്ള എല്ലാ ഭിന്നാഭിപ്രായങ്ങളും മാറ്റി ക്രിസ്തു വിശ്വാസത്തിൽ ആഴപ്പെടുവാനും തപസ്സുകാല അനുഷ്ഠാനങ്ങൾ ത്യാഗപൂർവവും ഭക്തിപൂർവവും നിർവഹിക്കുവാൻ നമ്മെ ക്ഷണിക്കുന്നു. യേശു ജീവജലത്തിൻ്റെ ഉറവിടമാണെന്ന പ്രഖ്യാപനത്തോടുള്ള പ്രതികരണമാണ് ഈ വചനഭാഗത്ത് കാണാൻ കഴിയുക. 3 വിഭാഗം ആളുകളുടെ പ്രതികരണങ്ങൾ ഇവിടെ കാണാൻ കഴിയും. ഒന്നാമത്തെ വിഭാഗം ആളുകൾ യേശു യഥാർത്ഥത്തിൽ പ്രവാചകനാണെന്ന് അഭിപ്രായപ്പെട്ടു. മോശയ്ക്ക് സദൃശനായ പ്രവാചകൻ, അല്ലെങ്കിൽ ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ യുഗാന്ത്യത്തിൽ പ്രത്യക്ഷപ്പെടാനിരിക്കുന്ന ഏലിയായ്ക്ക് സദൃശനായ പ്രവാചകനായിരിക്കാം ക്രിസ്തു എന്നവർ ചിന്തിച്ചു. രണ്ടാമത്തെ വിഭാഗം ആളുകൾ യേശു മിശിഹായാണെന്ന്, രക്ഷകനാണെന്ന് അഭിപ്രായപ്പെട്ടു. ദാവീദിൻ്റെ സന്താന പരമ്പരയിൽ നിന്നും ജനിക്കുന്ന രാജാവായ ക്രിസ്തുവിനെ പറ്റിയുള്ള ശക്തമായ പ്രതീക്ഷ യഹൂദന്മാർക്കുണ്ടായിരുന്നു. യേശുവിൽ ഈ പ്രതീക്ഷ പൂർത്തീകരിക്കപ്പെട്ടതായി അവർ കരുതി. മൂന്നാമത്തെ വിഭാഗം ആളുകൾ യേശു മിശിഹായാണെന്ന വാദത്തെ നിരാകരിച്ചു. അവരുടെ അഭിപ്രായത്തിൽ മിശിഹ ഗലീലിയിൽ നിന്നല്ല വരുന്നത്, ദാവീദിൻ്റെ വംശപരമ്പരയിൽ നിന്നും, ദാവീദിൻ്റെ ജന്മനാടായ ബെത്ലഹേമിൽ നിന്നുമാണ് മിശിഹ വരുന്നത്. യേശുവാകട്ടെ ഗലീലയിൽ നിന്ന് വരുന്നവനാണ്. അതിനാൽ മിശിഹായെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ, പ്രത്യേകിച്ച് മിഖാ പ്രവാചകൻ പ്രവചനം മിശിഹ ബെത്ലഹേമിൽ നിന്ന് വരും എന്ന പ്രവചനം യേശുവിൽ നിറവേറുന്നില്ല. അക്കാലത്ത് മിശിഹായെപ്പറ്റി 2 ചിന്താഗതികളുണ്ടായിരുന്നു. ഒന്നാമതായി, മിശിഹ ദാവീദിൻ്റെ ഗോത്രത്തിൽ നിന്ന് ജനിക്കും, ബെത്ലഹേമിൽ നിന്ന് ആഗതനാകും. രണ്ടാമത്തെ ചിന്താഗതി, മിശിഹ അജ്ഞാതനായി പെട്ടെന്ന് സമൂഹമധ്യേ പ്രത്യക്ഷപ്പെടും, മിശിഹ സ്വർഗത്തിൽ നിന്നാണ് വരുന്നത്. ഈ 2 ചിന്താഗതികളുമാണ് ഇന്നത്തെ വചനത്തിൽ പ്രതിധ്വനിക്കുന്നത്. അവർ ചോദിക്കുന്നു, മിശിഹ ഗലീലിയയിൽ നിന്നാണോ വരുന്നത്? ദാവീദിൻ്റെ ഗൃഹമായ ബെത്ലഹേമിൽ നിന്നല്ലേ വരേണ്ടത്? യേശു ഗലീലിയക്കാരനാണെങ്കിലും യേശുവിൻ്റെ യഥാർത്ഥ ജനനസ്ഥലം ബെത്ലഹേമാണെന്ന് മനസ്സിലാക്കാതെയാണ് യഹൂദർ ഈ ചോദ്യം ഉന്നയിക്കുന്നത്. ഇന്നത്തെ തിരുവചനത്തിൽ നാം വായിക്കുന്നു, യേശുവിനെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടായി. ഈ ഭിന്നതയാണ് വിശുദ്ധ യോഹന്നാൻ്റെ വീക്ഷണത്തിൽ വിധി എന്ന് പറയുന്നത്. യേശുവിൻ്റെ സാന്നിധ്യത്തിൽ അവിടുത്തെ വ്യക്തിത്വത്തെക്കുറിച്ചും അവിടുത്തെ സ്വീകരിക്കണമോ തിരസ്കരിക്കണമോ എന്നതിനെപ്പറ്റി മനുഷ്യരെടുക്കുന്ന തീരുമാനമാണ് വിധി. ചിലർ യേശുവിനെ സ്വീകരിക്കുകയും വിശ്വാസത്തിലേക്ക് വരികയും ചെയ്യുന്നു. മറ്റു ചിലർ യേശുവിനെ തിരസ്കരിച്ച് നിത്യജീവനിൽ നിന്ന് അകന്നു പോകുന്നു. അങ്ങനെ യേശുവിൻ്റെ സാന്നിധ്യത്തിൽ വിശ്വസിക്കുന്നവരും അവിശ്വസിക്കുന്നവരും എന്ന വിഭജനം സമൂഹത്തിലുണ്ടാകുന്നു. പ്രധാന പുരോഹിതന്മാരും ഫരിസേയരും അയച്ച സേവകന്മാർ യേശുവിനെ അറസ്റ്റ് ചെയ്തില്ല. അവരുടെ പ്രത്യുത്തരം ഇപ്രകാരമായിരുന്നു, അവനെപ്പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. യേശുവിൻ്റെ പ്രബോധനങ്ങളും പ്രഭാഷണങ്ങളും അവരുടെ ഹൃദയങ്ങളിൽ ചലനമുണ്ടാക്കി. യേശുവിൻ്റെ വചനങ്ങളുടെ ശക്തി അവർ അനുഭവിച്ചറിഞ്ഞു. ഫരിസേയർ അതിൽ ക്ഷുഭിതരാകുന്നു. ഇന്നത്തെ ഈ തരുണത്തിലാണ് സെൻഹദ്രീൻ സംഘം അംഗമായ നിക്കോദേമോസ് ഇടപെടുന്നത്. ഒരുവന് പറയാനുള്ളത് എന്തെന്ന് കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്നറിയാതെയും അവന് വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ? നിയമം അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്ന നേതാക്കൾ നിയമത്തിനെതിരെ പ്രവർത്തിക്കുകയാണെന്ന് നിക്കോദേമോസ് ചൂണ്ടിക്കാട്ടുന്നു. നേതാക്കളുടെ കാപട്യമാണ്, ഗൂഢാലോചനയാണ് ഇവിടെ വ്യക്തമാകുന്നത്. യേശു ആര് എന്ന ചോദ്യത്തിന് ഇവിടെ ഉയരുന്നത് യേശു തന്നെ വെളിപ്പെടുത്തുന്നുണ്ടെങ്കിലും പലർക്കും അത് ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല. ചിലർ യേശുവിനെ പ്രവാചകനും മിശിഹായുമായി അംഗീകരിക്കാൻ സന്നദ്ധരാണെങ്കിലും യേശുവിനെ പറ്റിയുള്ള അവരുടെ അറിവ് പൂർണ്ണമായിരുന്നില്ല. തെറ്റായ ആരോപണങ്ങൾ ചാർത്തി യേശുവിനെ അവഹേളിക്കാനും അറസ്റ്റ് ചെയ്യുവാനുമാണ് പലരും ശ്രമിക്കുന്നത്.
ജനപ്രമാണികൾ യേശുവിനെ നശിപ്പിക്കാൻ പല തന്ത്രങ്ങളും ആവിഷ്കരിക്കുന്നു. എന്നാൽ യേശുവിൻ്റെ വചനങ്ങളും വെളിപ്പെടുത്തലുകളും അനേകരെ ആകർഷിക്കുന്നു. പലരും യേശുവിൽ ആകൃഷ്ടരായി യേശുവിനെ അനുഗമിക്കുന്നു. അറസ്റ്റ് ചെയ്യുവാനുള്ള ഉദ്യമത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്നു. യേശു പ്രവാചകനോ മിശിഹായോ മാത്രമല്ല, അവിടുന്ന് ദൈവത്തിൽ നിന്നു വന്നവനും സത്തയിൽ ദൈവത്തോട് സമനുമായ ദൈവപുത്രനാണെന്ന് അംഗീകരിക്കുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ യേശുവിനെ അറിയുന്നത്. ഈ അറിവാണ് വിശ്വാസത്തിലേക്ക് നയിക്കുന്നത്. ഈ തപസ്സുകാലത്ത് യേശുവിനെ കുറിച്ചുള്ള യഥാർത്ഥ അറിവിലൂടെ വിശ്വാസത്തിൽ ആഴപ്പെടാൻ നമ്മെ ഇന്നത്തെ തിരുവചനം ക്ഷണിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.